എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം നവമസ്കന്ധമധ്യായം 6, ശ്ലോകം 47, 48, 49, 50. 4 ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. തന്റെ പെൺമക്കളെ വിവാഹം ചെയ്ത ആ സൗഭരി മഹർഷിയുടെ ഐശ്വര്യം കണ്ടിട്ട് 7 ദീപങ്ങള് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ചക്രവർത്തി പദം അലങ്കരിക്കുന്ന ഐശ്വര്യപൂർണനായ ആ മാതാവ് ചക്രവർത്തി കൂടി, അദ്ദേഹം കൂടി ആ ഐശ്വര്യത്തിന്റെ മുമ്പില് തന്റെ ഐശ്വര്യം ഒന്നുമല്ല, നിസ്സാരം എന്ന് തോന്നിയിട്ട് അദ്ദേഹം കുറച്ചൊരു ഗർവം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അദ്ദേഹത്തിന്. അതും കൂടി അദ്ദേഹത്തിന്റെ മുമ്പിൽ ഞാനൊന്നുമല്ല എന്നുള്ള ഒരു ബോധം മാതാവ് ഉണ്ടായി എന്നാണ് പറയുന്നത്. അത്രയും ഐശ്വര്യപൂർണമായിട്ടുള്ള ജീവിതമാണ് ആ സൗഭരി മഹർഷി ആ 50 ഭാര്യമാരോടുകൂടി അനുഭവിച്ചുകൊണ്ടിരുന്നത്. ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേൽ സർവവിഘ്നോപശാന്തയേ ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. കഥാമയം ഭാഗവതാഭിധാനാം ഹരേ തനും തേ ചരിതൈ ത്വദീയൈ യഥാമതി ത്വൽപരിതോഷകാമ സ്തൗമി പ്രസീദ അച്യുത മാരുതേശ. ഗംഗണപതയേ നമഃ. സംസരസ്വത്യൈ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 47. യൽ ഗാർഹസ്ഥ്യം തു സംവീക്ഷ്യ സപ്തദ്വീപവതീപതി വിസ്മിതസ്തംഭമജഗാൽ സാർവഭൗമശ്രിയാന്വിതം. യത് ഗാർഹസ്ഥ്യം തു, യാതൊരുവന്റെ ഗൃഹസ്ഥാശ്രമത്തെ സംവീക്ഷ്യ കണ്ടിട്ട്, സപ്തദ്വീപവതി പതി 7 ദ്വീപങ്ങളുള്ള ഭൂമിയുടെ പതിയും, സാർവഭൗമശ്രിയ അന്വിത ചക്രവർത്തിയുടെ ഐശ്വര്യത്തോടുകൂടിയവനുമായ മാതാവ് വിസ്മിത ആശ്ചര്യയുക്തനായിട്ട് സ്തംഭം അജഹാൽ ഗർവത്തെ ഉപേക്ഷിച്ചു. 7 ദീപങ്ങളടങ്ങിയ ഈ ഭൂമിയുടെ മുഴുവൻ അധിപനാണ്. അങ്ങനെ ചക്രവർത്തി സ്ഥാനം അലങ്കരിച്ചുകൊണ്ടിരിക്കുന്ന ഐശ്വര്യപൂർണനായ മാതാവ് ആ സൗഭരി മഹർഷിയുടെ ആ ഗൃഹസ്ഥാശ്രമത്തിലിരിക്കുന്ന മഹാപദവി കണ്ടിട്ട് ആശ്ചര്യപ്പെട്ടു. എന്താ അദ്ദേഹത്തിന്റെ ഒരു ഐശ്വര്യം! അദ്ദേഹത്തിന്റെ ഐശ്വര്യം നോക്കുമ്പോ തന്റെ ഐശ്വര്യം വളരെ നിസ്സാരം തന്നെ എന്ന് പരമാർത്ഥമായിട്ട് അദ്ദേഹത്തിന് മനസ്സിലായി. അങ്ങനെ അദ്ദേഹം കുറച്ചുണ്ടായിരുന്ന ചെറിയൊരു ഗർവം കൂടി ഉണ്ടായിരുന്നു. അത്ര ഐശ്വര്യപൂർണനാണല്ലോ അദ്ദേഹം. പക്ഷെ ഇദ്ദേഹത്തിന്റെ ഐശ്വര്യം നോക്കുമ്പോൾ തന്റെ ഒന്നുമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് തന്റെ ഗർവത്തെ ഉപേക്ഷിച്ചു എന്ന്. ഏവം ഗൃഹേഷു അഭിരതോ വിഷയാൻ വിവിധൈ സുഖൈ സേവമാനോ നച്ചാ അദുഷ്യത് ആജ്യസ്തോകൈരിവാനല. ഏവം ഗൃഹേഷു അഭിരത, ഇപ്രകാരം ഗൃഹങ്ങളിൽ അത്യന്തം രമിക്കുന്നവനും, വിവിധൈ സുഖൈഹി വിവിധങ്ങളായ സുഖസാധനങ്ങളോടുകൂടി, വിഷയാൻ ശബ്ദാദി വിഷയങ്ങളെ, സേവമാന സൗഭരി സേവിച്ചുകൊണ്ടിരിക്കുന്ന സൗഭരി, ആജ്യസ്തോകൈഹി നെയ്ത്തുള്ളികൾ കൊണ്ട്, അനലൈവ അഗ്നി എന്ന പോലെ, ന അതുഷ്യ സന്തോഷിച്ചില്ല. ഇങ്ങനെ 50 ഭാര്യമാരോടും കൂടി പലവിധ സുഖോപകരണങ്ങളോടും കൂടി ഗൃഹസ്ഥാശ്രമ ധർമ്മങ്ങളെ ഇങ്ങനെ ആസക്തനായിട്ട് ആ വിഷയസുഖങ്ങളിൽ ഇങ്ങനെ നിരന്തരം അതിലിങ്ങനെ മുഴുകി ജീവിക്കുകയാണ്. അങ്ങനെ സൗഭരി കൃതബിന്ദുക്കൾ കൊണ്ട് അഗ്നി എന്ന പോലെ മേൽക്കുമേൽ അത്യാസക്തനായിട്ട് വന്നതല്ലാതെ ഈ വിഷയഭോഗം മതി എന്ന് വിചാരമുള്ളവനായിരുന്നില്ല. നെയ്യ് ഒഴിക്കുമ്പോ തിരികൾ ഇങ്ങനെ വീണ്ടും അങ്ങനെ കുറച്ച് അഗ്നിജ്വാല കുറഞ്ഞാലും വീണ്ടും നെയ്യ് അതില് ഒഴിക്കുമ്പോ പിന്നെയും കൂടുതൽ സുന്ദരമായിട്ട് കത്തില്ലേ, അതുപോലെ ആ വിഷയാസക്തിയിൽ ഇങ്ങനെ കൂടുതലും മുഴുകിയെന്നല്ലാതെ അതിൽ മതി എന്ന തോന്നൽ അദ്ദേഹത്തിന് ഉണ്ടായില്ല എന്നാ പറയണത്. അങ്ങനെ കുറെ കാലം അദ്ദേഹം വിഷയസുഖത്തിൽ ഇങ്ങനെ ആസക്തനായിട്ട് സുഖഭോഗങ്ങളിൽ മുഴുകി ജീവിച്ചു. അങ്ങനെ ഇരിക്കുമ്പോ ഒരു ദിവസം സകദാചിദുപാസീന ആത്മാവന്നവമാത്മന ദദർശ ബഹൃജാചാര്യോ മീനസംഗസമുത്ഥിതം
ബഹ്രുജാചാര്യ, ബഹുക്കളായ ഋക്കുകളുടെ ആചാര്യനായ സ കഥാചിത്, അദ്ദേഹം ഒരിക്കൽ ഉപാസീന, വിശ്രമിക്കുന്നവനായിട്ട് ആത്മന, മനസ്സിന് മീനസംഘ സമുദ്ധിതം, മത്സ്യസംഘം നിമിത്തമുണ്ടായ ആത്മാവന്നവും, തന്റെ തപോനാശത്തെ ദദർശ, കണ്ടു. ആ സൗകര്യ മഹർഷി വാനപ്രസ്ഥാശ്രമം സ്വീകരിച്ച് അങ്ങനെ ജീവിക്കുന്നതിനെ കുറിച്ചിട്ട് 7 പദ്യങ്ങൾ കൊണ്ട് പിന്നെ വിവരിക്കുകയാണ്. അദ്ദേഹം പിന്നെതാ പശ്ചാത്തപിച്ച് ആ ഗൃഹസ്ഥാശ്രമം ഉപേക്ഷിച്ച് വാനപ്രസ്ഥാശ്രമം സ്വീകരിക്കുകയാണ്. സൗകര്യ മഹർഷി ഒരു ദിവസം അങ്ങനെ വെറുതെ ഇങ്ങനെ ആലോചനാമഗ്നനായിട്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന് തൻ്റെ പൂർവ്വ കാലങ്ങളെ കുറിച്ചിട്ട് ഇങ്ങനെ അദ്ദേഹത്തിന്റെ വിചാരത്തിൽ അങ്ങനെ വന്നു. അപ്പോഴാണ് സ്വസ്ഥനായിട്ട് ഇരിക്കുമ്പോൾ അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം. അപ്പോഴാണ് അദ്ദേഹത്തിന് പെട്ടെന്ന് തൻ്റെ ആ മനഃചാവല്യ നിമിത്തം, ആ മത്സ്യങ്ങളോടുകൂടി ഉണ്ടായ ആ സംസർഗത്തിന്റെ ഫലമായിട്ടല്ലേ ഞാൻ ഇത്ര ആ തപസ്സു ചെയ്ത് ആ വിഷയസുഖം അനുഭവിക്കാനായിട്ട് ഇങ്ങനെ അധപ്പതിച്ചുല്ലോ എന്ന് അദ്ദേഹത്തിന് തോന്നുകയാണ്. വിഷയസുഖത്തില് താല്പര്യം വരരുത് എന്ന് വിചാരിച്ചിട്ടല്ല, ലോകത്തിലിരുന്ന അത് വരുന്നു വിചാരിച്ചിട്ടല്ലേ ജലത്തിന്റെ അഗാധതയിൽ പോയിട്ട് കഠിനമായ തപസ് ചെയ്തത്. എന്നിട്ട് ആ വെറും ആ മത്സ്യങ്ങളുടെ ക്രീഡ കണ്ട് തന്റെ ഈ തപസ് മുഴുവൻ നശിപ്പിച്ചിട്ട് ഇങ്ങനൊരു ജീവിതം ഞാൻ സ്വീകരിച്ചില്ലേ എന്നങ്ങോട്ട് വിചാരിച്ചപ്പോ അദ്ദേഹത്തിന് പെട്ടെന്ന് വിരക്തി അങ്ങോട്ട് വന്നു. അദ്ദേഹം അതിനു മുമ്പ് ചെയ്തിരുന്ന ആ തപസ്സിന്റെ ഫലം. വിഷയ ആസക്തന്മാർക്ക് വിരക്തി വരാൻ വളരെ പ്രയാസമാണ്. പക്ഷേ ആ മന്ത്രോപാസന അത്രയും കാലമായിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നില്ല അദ്ദേഹം. അതിന്റെ ഫലമായിട്ട് ഉണ്ടായിരുന്ന അന്ധക്കരണ നൈർമല്യം, അത്രയും നിർമ്മലമായ അന്ധക്കരണമാണ് അദ്ദേഹത്തിന്റെ. അപ്പൊ രണ്ടാമത് ആ അന്ധക്കരണത്തില് അദ്ദേഹത്തിന് ആ നിർമ്മലമായ ബുദ്ധി ഉദിച്ചതുകൊണ്ട് പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് വിരക്തി വന്നു. ഇനി ഇങ്ങനെ ജീവിക്കാൻ വയ്യ എന്നുള്ള ആ ഒരു തിരിച്ചറിവ് അദ്ദേഹത്തിന് ഉണ്ടായി എന്നാണ് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം വിചാരിക്കണേ, അഹോയിമം പശ്യതമേ വിനാശം തപസ്വിന ചരിതവ്രതസ്യ അന്തർജലേ വാരിജര പ്രസംഗാത് പ്രച്യാവിദം ബ്രഹ്മ ചിരം ധൃതം യത്. അഹോ കഷ്ടം തപസ്വിന, തപസ്വിയും സച്ചരിതവ്രതസ്യ, സത്തായ ചരിത്രത്തിൽ വ്രതത്തോടുകൂടിയവനുമായ ഇമം മേ വിനാശം, എന്റെ ഈ വിനാശത്തെ പശ്യത നോക്കുവിൻ. അന്തർജലെ ജലാന്തർഭാഗത്തിൽ വാരിജര പ്രസംഗാൽ ജലജന്തുക്കളോടുണ്ടായ ചേർച്ച ഹേതുവായിട്ട് ചിരം ധൃതം യത് ബ്രഹ്മ, ബഹുകാലം ധരിച്ചിരുന്ന യാതൊരു തപസ് പ്രച്യാവിധം മുഴുവനും നശിച്ചു. സൗകര്യക്കുണ്ടായിട്ടുള്ള ആ പശ്ചാത്താപത്തെ കുറിച്ച് അദ്ദേഹം ചിന്തിക്കുകയാണ്. കഷ്ടം ജനങ്ങളോട് പറയണതായിട്ടാണ്. അല്ലയോ ജനങ്ങളെ, സദാചാരത്തിൽ അതിനിഷ്ഠയോടുകൂടി തപസ് ചെയ്തുകൊണ്ടിരുന്ന എനിക്ക് നേരിട്ട നാശത്തെ നിങ്ങൾ കാണുവിൻ, നോക്കൂ നിങ്ങൾ. ആ നാശം എന്താണെന്ന് വെച്ചാൽ ജലാന്തർഭാഗത്തില് തപസ്സിനായി പ്രവേശിച്ചത് സംഘദോഷത്തെ അകറ്റാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ അവിടെയും സംഘദോഷം എന്നെ ബാധിച്ചു. ആ ജലാന്തർഭാഗത്തിൽ ക്രീഡിക്കുന്ന ആ മത്സ്യങ്ങളുടെ ആ മൈഥുന സുഖത്തെ കണ്ടതുകൊണ്ട് വികൃതമായ എന്റെ മനസ്സ് അങ്ങനെ ആ വിഷയാസക്തി ജനിക്കുക നിമിത്തം ബഹുകാലമായിട്ട് ഞാൻ ആചരിച്ചിരുന്ന തപസ് നിശേഷം നശിച്ചു. വളരെ പശ്ചാത്താപത്തോടു കൂടിയിട്ട് അദ്ദേഹം പറയണേ, നിങ്ങളിങ്ങനെ ആവരുത്, നിങ്ങൾക്കെങ്കിലും അത് മനസ്സിലാവണേ എന്ന് നമ്മളെ ഓരോരുത്തരെയും ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പശ്ചാത്താപമായിട്ടുള്ള വർണ്ണന. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.